ഹായ്. അപ്പം ഞാൻ നിൽക്കുന്നത് ബാങ്കോക്കിലുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലാണ്. മാക്രോ എന്നാണ് ഈ ഒരു കടയുടെ പേര്. ഇതിവിടെയുള്ള ഒരു ഫേമസ് ആയിട്ടുള്ളൊരു സൂപ്പർ മാർക്കറ്റ് ചെയിനാണ്. അപ്പോൾ വീട്ടിലേക്ക് കുറച്ച് സാധനം വാങ്ങിക്കാനായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടെന്നും എന്താണ് എടുത്തതെന്നൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ ഇതിവിടുത്തെ ഒരു എന്താ പറയുക, ഒരു ലക്ഷറി സൂപ്പർ മാർക്കറ്റോ ഹൈപ്പർ മാർക്കറ്റോ ഒന്നും അല്ല കേട്ടോ. ഇതിങ്ങനെ നമുക്ക് ഫ്രഷ് ആയിട്ടൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് ഒരു നല്ലൊരു സ്പോട്ടാണ്. ഇതല്ലാതെ ഇവിടെ കുറേ ലക്ഷറി ഗോർമി മാർക്കറ്റ്സ് ഒക്കെ ഉണ്ട്. ഷോപ്പിംഗ് മോൾസിലൊക്കെ ഉള്ളത് ഗോർമി മാർക്കറ്റ്സ് ആണ്. അത് വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. പിന്നെ അതല്ലാതെ തന്നെ നമ്മുടെ നാട്ടിലത്തെ പോലത്തെ ലോക്കൽ മാർക്കറ്റ്സും ഇവിടെ ഉണ്ട് കേട്ടോ. അത് ടിപ്പിക്കൽ ലോക്കൽ മാർക്കറ്റാണ്. അത് ഞാൻ വേറൊരു ദിവസം ഇനി ലോക്കൽ മാർക്കറ്റ് പോകുമ്പോൾ വീഡിയോ ആയിട്ട് കാണിക്കാം. അപ്പോൾ ഇത് കയറി വരുമ്പോൾ തന്നെ പ്രൊഡക്ട്സ് എല്ലാം ഇങ്ങനെ ഷെൽഫിൽ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ഈ പ്രൊഡക്ട്സ് എല്ലാം നല്ല ഫ്രഷ് ആണ് കേട്ടോ. ഇവിടെ നിന്ന് ഈ വെജിറ്റബിൾസൊക്കെ വാങ്ങിക്കാനായിട്ട് നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും. അതുകൊണ്ടാണ് ഇവിടെ വരുന്നത് ആക്ച്വലി. അപ്പോൾ ഇനി നോക്കട്ടെ. ഈ ഇരിക്കുന്നതുണ്ടോ ഫ്ലവേഴ്സ്, ഇത് എഡിബിളാണ്. ഇത് ഇവിടുത്തെ ആൾക്കാർ ഫുഡിലൊക്കെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഒരു പാക്കറ്റ് മഷ്റൂം എടുത്തു. ഇത് ബട്ടൺ മഷ്റൂമാണ്. പിന്നെ മല്ലിയില വേണമായിരുന്നു, മല്ലിയില എടുത്തു. പിന്നെ ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ നല്ല ഫ്രഷ് ആയിട്ട് പയർ ഇങ്ങനെ പാക്ക് ചെയ്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഒരു പാക്കറ്റ് പയർ എടുത്തു. പിന്നെ ഇനി എന്താ, അതെ ബ്രിഞ്ചോളുണ്ട്, അപ്പോൾ അതെടുത്തു. പിന്നെ ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ പച്ച കുരുമുളകൊക്കെ വാങ്ങാൻ കിട്ടും. ഇത് ഒരു പാക്കറ്റിന് 85 Thai ബാട്ടാണ് കേട്ടോ. അതായത് അറൗണ്ട് ലൈക്ക് 200 Indian rupees. അതേപോലെ പാവയ്ക്ക കണ്ടോ, വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ പൊളിച്ച് വൃത്തിയാക്കിയത് നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. ഞങ്ങൾ പക്ഷേ ഇതല്ല, അല്ലാതെ തോടുള്ള തന്നെയാണ് എടുക്കാറ്. പിന്നെ ഇത് സവോള ആവശ്യമുണ്ട്, അപ്പോൾ സവോള എടുക്കണം. ഇനി അടുത്തെന്താ, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി അതൊക്കെ എടുക്കണം. നോക്കട്ടെ. ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ ചെറിയുള്ളി ഇങ്ങനെയാണ് കേട്ടോ വാങ്ങാൻ കിട്ടുക. അപ്പോൾ ഒരെണ്ണം എടുക്കട്ടെ, നോക്കട്ടെ. ചിലപ്പോൾ കേട് കാണും, അപ്പോൾ നോക്കിയിട്ട് എടുക്കണം. ഓക്കെ, അപ്പോൾ ചെറിയുള്ളി എടുത്തു. ഇനി ഇതാണ് കേട്ടോ, ഇവിടെ ഗാർലിക്സ് ഇങ്ങനെ വലിയ ഗാർലിക്കാണ് വാങ്ങാൻ കിട്ടുക. അപ്പോൾ അതും ഒരു 2 പാക്കറ്റ് എടുക്കണം. കാരണം നമ്മളെ എന്താ പറയുക, കുക്കിങ്ങിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ ഇനി ഈ കാണുന്ന എന്താണെന്നറിയാമല്ലോ, ഇതാണ് ഡൂറിയൻ ഫ്രൂട്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ എവിടെ പോയാലും കാണാൻ പറ്റും. ഷോപ്സിലെന്നല്ല, ഈവൻ സ്ട്രീറ്റ്സിലാണെങ്കിലും ഫുള്ള് കാണും. പിന്നെ അത് ഇഞ്ചി ഉണ്ടോ, ഇവിടെ ഇങ്ങനെ പാക്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതും ഒരു 2 പാക്കറ്റ് എടുക്കാം. ഇത് ആക്ച്വലി ഇഞ്ചിയൊക്കെ നമ്മൾ ലോക്കൽ മാർക്കറ്റിൽ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് തൂക്കി വാങ്ങിക്കാനൊക്കെ പറ്റും കേട്ടോ. ഇവിടെ ഇങ്ങനെ പാക്ഡ് ആയിട്ടാണ് ഇരിക്കുക. പിന്നെ ഇത് ഈ ഇരിക്കുന്നുണ്ടോ, പുളിയാണ്, തോടോടുകൂടി പുളിയാണ് ഇരിക്കുന്നത്. കാരണം ഇവരുടെ ഈ തായ് ഫുഡിൽ പുളി ഒരുപാട് യൂസ് ചെയ്യാറുണ്ട്. അതായത് ഈ പട്ടായി എന്ന് പറഞ്ഞ ഡിഷിലൊക്കെ പുളിയുടെ സോസൊക്കെ അവർ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പുളിയൊക്കെ നമുക്ക് കിട്ടും. പിന്നെ ഇത് ഈ കാണുന്ന സാധനങ്ങളെല്ലാം തന്നെ ഉണ്ട്. വേണ്ട ഒരു ക്യാബേജ് എടുത്തു. ക്യാബേജും മുട്ടയും കൂടി ഇട്ടിട്ട് ഞങ്ങൾ തോരൻ വെക്കും കേട്ടോ. അത് നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല ഡ്രൈ ആയിട്ട്. പിന്നെ ഇത് കണ്ടോ, ഇത് സ്വീറ്റ് പൊട്ടറ്റോ, മധുരക്കിഴങ്ങാണ്. പിന്നെ അതുകൊണ്ട് ഈ ഇരിക്കുന്ന ഫ്രൂട്ട് ഇത് ലിച്ചിയാണ് കേട്ടോ. ഇതാണ് ലിച്ചി ഫ്രൂട്ട്. പിന്നെ അതേപോലെ എന്താ സ്ട്രോബെറീസൊക്കെ അസോർട്ടഡ് ആയിട്ട് ഇരിപ്പുണ്ട്, ഓറഞ്ചസ്. വെജിറ്റബിൾസൊക്കെ ഓൾമോസ്റ്റ് എല്ലാം എടുത്തെന്ന് തോന്നുന്നു. ഞാനൊരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടാണ് വന്നത്, ജസ്റ്റ് നോട്ടിച്ച് നോക്കട്ടെ. ഇനി അടുത്ത് നമുക്ക് ചിക്കൻ എടുക്കണം. അപ്പോൾ ചിക്കനും കൂടെ ജസ്റ്റ് അങ്ങ് ചെക്ക്. പിന്നെ ദേ ഡ്രാഗൺ ഫ്രൂട്ട്, അങ്ങനെ ഇവിടെ ഒരുവിധപ്പെട്ട എല്ലാ പ്രൊഡക്ട്സും തന്നെ നമുക്കിവിടെ വാങ്ങാനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇനി അടുത്ത മീറ്റ് സെക്ഷനിലോട്ട് പോകാൻ കുറച്ച് ചിക്കനൊക്കെ എടുക്കാനുണ്ട്. അതിന് മുന്നേ ഇരിക്കുന്നുണ്ട് ഈ വെള്ള കളർ സാധനം, ഇത് റാഡിഷാണ് കേട്ടോ. ഇതും ഇവർ ഒരുപാട് യൂസ് ചെയ്യാറുണ്ട്. എസ്പെഷ്യലി ഈ കൊറിയൻ ഡിഷസിലൊക്കെ ഒരുപാട് ഈ റാഡിഷ് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ പല സൈസിലുള്ള മത്തങ്ങയൊക്കെ വാങ്ങാൻ കിട്ടും. ഇത് ഡിഫറൻസ് എന്താണെന്ന് കറക്റ്റ് അറിയത്തില്ല, പക്ഷേ ഇങ്ങനെ പല വേരിയേഷൻസ് ഉണ്ട്. അതേപോലെ എൻ്റെ കാച്ചിൽ, അങ്ങനത്തെ ഐറ്റംസ്, സ്വീറ്റ് പൊട്ടറ്റോ, മധുരക്കിഴങ്ങ്, അതെല്ലാം ഉണ്ട്. അപ്പോൾ ഇനി അടുത്ത ഞാൻ മീറ്റ് സെക്ഷനിലേക്ക് വന്നു, ചിക്കൻ എടുക്കണം. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഓരോ പാർട്സും സെപ്പറേറ്റ് ആയിട്ട് ഓരോ ട്രെയിലിട്ട് വെച്ചിട്ടുണ്ട് കണ്ടോ. ഇത് ലെഗ് സെപ്പറേറ്റ്, പിന്നെ തൈസ് സെപ്പറേറ്റ്, ബ്രസ്റ്റ് പീസ് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. പിന്നെ അതല്ലാതെ ഇതേണ്ട കോഴിയുടെ കാല് കണ്ടോ മുറിച്ചിട്ടേക്കുന്നത്. ഇതൊക്കെ ഇവർ കറിയായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പം അത് സെപ്പറേറ്റ്, അതിൻ്റെ വിങ്സ് സെപ്പറേറ്റ്, അങ്ങനെ എല്ലാം സെപ്പറേറ്റ് ആയിട്ട്. പിന്നെ ഇതാണ് ഇവിടുത്തെ മീൻ സെക്ഷൻ. ഇവിടെയും കുറേ മീൻ ഓപ്ഷനൊക്കെ ഉണ്ട്. മറ്റേ നീരാളിയൊക്കെ ഇരിക്കുന്നുണ്ടോ, അതെല്ലാം ഉണ്ട് കേട്ടോ. പക്ഷേ ഞങ്ങൾ ഇവിടെ നിന്ന് മീൻ വാങ്ങിക്കാറില്ല. ഞങ്ങളിവിടെ വരുമ്പോൾ യൂഷ്വലി ചിക്കൻ മാത്രമേ ഇവിടെ നിന്ന് വാങ്ങിക്കാറുള്ളൂ. ബീഫും പിന്നെ മീനും ലോക്കൽ മാർക്കറ്റിൽ നിന്ന് തന്നെയാണ് വാങ്ങിക്കാറ്. കാരണം അവിടെ കുറച്ചുകൂടെ ഫ്രഷ് ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും. മാത്രമല്ല മീൻ ഞങ്ങൾ എല്ലാമൊന്നും കഴിക്കത്തില്ല. ഞങ്ങളാകെ കഴിക്കുന്നത് ഈ മറ്റേ അയല, മാക്രൽ,
പിന്നെ ട്യൂണ, ഷ്രിംസ്, ഈ 3 വാങ്ങിക്കാറുള്ളൂ. അപ്പം അത് വാങ്ങിക്കുന്നത് ഞങ്ങൾ ലോക്കൽ മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിക്കുക. എന്നിട്ട് പിന്നെ അവിടുന്ന് മീൻസ് ലോക്കൽ മാർക്കറ്റ് പോകുമ്പോൾ ബൾക്കായിട്ട് വാങ്ങിച്ചിട്ട് പിന്നെ അത് ഫ്രീസറിൽ വെള്ളം ഒഴിച്ച് ഫ്രീസ് ചെയ്ത് സ്റ്റോർ ചെയ്ത് യൂസ് ചെയ്യും. അങ്ങനെയാണ് ചെയ്യാറ്. ഇവിടെ എൻ്റെ അതിൽ ഇരിപ്പുണ്ടായിരുന്നു, പക്ഷേ അത് എടുത്തില്ല, എന്തോ എടുക്കാൻ തോന്നിയില്ല, സോ എടുത്തില്ല. അപ്പോൾ ഈ ഫ്ലോറിൽ നിന്ന് എടുക്കാനുള്ള എല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനി താഴേക്ക് പോകണം. താഴെയാണ് മറ്റേ ഫ്രീസർ ഐറ്റംസും പിന്നെ അതല്ലാതെ നോൺ ഫുഡ് ഐറ്റംസും എല്ലാം താഴെയാണ്. അപ്പോൾ ഇനി താഴെ പോയിട്ട് പാലെടുക്കണം, പിന്നെ ഡിറ്റർജൻസ് ഒക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നമുക്ക് പോകാം. അപ്പോൾ ആദ്യം ഈ കാണുന്നത് ഇവിടുത്തെ മറ്റേ പാലിൻ്റെയും യോഗേർട്ടിൻ്റെയൊക്കെ സെക്ഷനാണ്. അപ്പോൾ ഇവിടെ നിന്ന് പാലെടുക്കാം. ഈ മേജി എന്ന് പറയുന്ന ബ്രാൻഡാണ് കേട്ടോ എടുക്കാറ്. നല്ലതാണ്. ഇത് വലിയ ബോട്ടിൽ തന്നെ എടുക്കാറുണ്ട്, കാരണം ഞങ്ങൾ ഡെയിലി ചായയ്ക്ക് ഇടുന്നില്ല, അപ്പോൾ അത് പെട്ടെന്ന് കഴിയും. പിന്നെ ഇത് തൈര് കണ്ടോ, ഇങ്ങനെ പല ടൈപ്പ് യോഗേർട്ട്സ് ഉണ്ട്. ഗ്രീക്ക് യോഗേർട്ടും അല്ലാതെ ഫ്ലേവേർഡ് യോഗേർട്ട്സും നോർമൽ നമ്മുടെ സാധാ യോഗേർട്ടും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി 1-2 സാധനങ്ങളൂടെ എടുക്കാനുള്ളൂ. ഞാൻ ഇവിടുത്തെ വിഷ്വൽസൊക്കെ ഒന്ന് കാണിച്ചു തരാം, എന്നിട്ട് ലാസ്റ്റ് ബില്ലിങ്ങും കൂടെ കേട്ടോ. അപ്പോൾ ഇനി ബില്ലിംഗ് കൂടെ ബാക്കിയുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഇതേപോലത്തെ എന്തെങ്കിലും കണ്ടൻറ്റായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സ്റ്റേ ട്യൂൺഡ്.